നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായും സംസാരിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഇന്നലെ നടന്ന ബ്രസീലിൻ്റെയും USA ഒക്കെ മത്സരങ്ങളാണ്. അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രസീലിൻ്റെ മത്സരത്തിലേക്ക് വരാം. ഇന്നലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ആരാധകരൊക്കെ ഉറ്റുനോക്കിയിരുന്നൊരു പ്രധാനപ്പെട്ട മത്സരം ബ്രസീലിൻ്റെ ഒരു പോരാട്ടം തന്നെയായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അത് 3-0 ഹെയ്ത്തിയെ ബ്രസീൽ ഇന്നലെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഇന്നലെ ബ്രസീൽ ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യത്തെ മത്സരം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്. അതായത് ആദ്യത്തെ മത്സരം ഡ്രോ ആയിരുന്നു, ഒരു സമനിലയായിരുന്നു മൊറോക്കോയ്ക്കെതിരെ. ആ സമനില വഴങ്ങിയതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ബ്രസീൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ മത്സരത്തിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു വിജയം അത് അനിവാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ആദ്യ മത്സരത്തിലെ ഈ ഒരു മൊറോക്കോയ്ക്കെതിരെ നേടിയ ആ ഒരു സമനിലയിൽ നിന്നും ആ ആഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ അവർക്കൊരു വിജയം അനിവാര്യമായിരുന്നു. ആ അനിവാര്യമായ വിജയം തന്നെ ആൻസലോട്ടിയും സംഘവും സ്വന്തമാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കം മുതൽ തന്നെ അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് എന്ത് വില കൊടുത്തും ഇന്ന് വിജയിച്ചേ മതിയാകൂ എന്ന ആ ഒരു കാഴ്ചപ്പാടുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയുമായിട്ടൊക്കെയാണ് ഇന്നലെ ടീം ഇറങ്ങിയതെന്ന കാര്യത്തിൽ സംശയമില്ല. മത്സരത്തിൻ്റെ 18-ാം മിനിറ്റിൽ തന്നെ ബ്രസീൽ ലീഡ് നേടുന്നൊരു കാഴ്ച കണ്ടു. വിനീഷ്യസ് ജൂനിയറിലൂടെ ഡിഫൻഡർമാരെ മറികടന്നുകൊണ്ട് വിനീഷ്യസിൻ്റെ ഒരു ഗംഭീരമായ ഫിനിഷിംഗ് എന്ന് പറയാൻ സാധിക്കും. അതോടുകൂടി 18-ാം മിനിറ്റിലേക്ക് ഗോളോടുകൂടി ബ്രസീലിന് അത്യാവശ്യം ആത്മവിശ്വാസം ലഭിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അത്യാവശ്യം ഒരു നല്ല ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആദ്യ പകുതിയുടെ 18-ാം മിനിറ്റിൽ ഗോൾ നേടിയെങ്കിൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് 43-ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ വക അടുത്ത ഒരു അറ്റാക്ക് കൂടി ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു വൺ ടച്ച് ഫിനിഷ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഗോള് റോഡ്രിഗോയുടെ കാലിൽ നിന്നും പിറന്നു. അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ 2-0 എന്ന സ്കോറിലാണ് പിരിയുന്നത്. അതായത് അത്യാവശ്യം ആത്മവിശ്വാസം നൽകുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ നൽകുന്ന രീതിയിലൊരു പോയിൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്കോർ നിലയായിരുന്നു ബ്രസീലിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മവിശ്വാസം ടീമിന് ആകെ മൊത്തത്തിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ രണ്ടാം പകുതി 76-ാം മിനിറ്റിൽ എൻട്രിക്കിൻ്റെ വക അടുത്ത ഗോൾ കൂടി, ബോക്സിൽ നിന്നൊരു ക്ലിനിക്കൽ ഫിനിഷ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഗോൾ കൂടി പിറന്നു. അപ്പോൾ അതോടുകൂടി ഹെയ്ത്തിയുടെ മേലൊരു പൂർണ്ണമായൊരു കംപ്ലീറ്റ് ആധിപത്യം സ്ഥാപിക്കാൻ എന്തായാലും ബ്രസീലിന് സാധിച്ചു എന്നായിരുന്നു സംശയമില്ല. അങ്ങനെ 3-0 ഒരു ഗംഭീരമായ വിജയം തന്നെ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പൊസഷനും അത് കൺട്രോളും അത് വലിയ രീതിയിൽ ബ്രസീലിന് ഗുണം ചെയ്തു. ഒപ്പം വിങ്ങിലൂടെയുള്ള അറ്റാക്ക് അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തെന്ന് പറയാൻ സാധിക്കും. ഒപ്പം മിഡ്ഫീൽഡിൻ്റെ ഒരു ബാലൻസ്, ആദ്യ മത്സരത്തെ സംബന്ധിച്ച് മിഡ്ഫീൽഡിൻ്റെ ഒരു ബാലൻസ് അത് ഇത്തവണ ഉണ്ടായിരുന്നു. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഹെയ്ത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ അവർക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം കൗണ്ടർ അറ്റാക്കുകൾക്ക് അവർ തുടരെ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ബ്രസീലിൻ്റെ ആ ഒരു പേസിനെ തടയാൻ അവർക്കായില്ല. ഒപ്പം ഡിഫൻസീവിൽ സംഭവിച്ച പിഴവുകൾ അതും അവർക്ക് തിരിച്ചടിയായി. അപ്പോൾ ഈ വിജയം ബ്രസീലിന് വലിയ ആത്മവിശ്വാസം നൽകും. കാരണം ഈ ആൻസലോട്ടിയും സംഘവും അവരുടെ ടീം ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് മോഡിലേക്കൊക്കെ അല്ലെങ്കിൽ വന്നു എന്ന് ആരാധകർക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിജയം തന്നെയാണ് എന്തായാലും ബ്രസീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിലും ഈ വിജയമൊക്കെ വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും, ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതായിരുന്നു ബ്രസീലിൻ്റെ മത്സരമെങ്കിൽ ഇന്നലെ USA മത്സരം ഉണ്ടായിരുന്നു. USA ഓസ്ട്രേലിയയും തമ്മിലൊരു പോരാട്ടം ഉണ്ടായിരുന്നു. അതിൽ 4-1 ഒരു വിജയം USA സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 12-ാം മിനിറ്റിൽ തന്നെ USA തുടക്കമിട്ടു. 12-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറക്കുന്ന കാഴ്ച. 31-ാം മിനിറ്റിൽ USA വക രണ്ടാം ഗോൾ. അങ്ങനെ 2-0 അങ്ങനെ 2-0 ആദ്യ പകുതി അവസാനിക്കും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കെ 45-ാം മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ 2 മിനിറ്റും കൂടെ ഇഞ്ചുറി ടൈമിൽ മൂന്നാം ഗോൾ പിറക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അങ്ങനെ ആദ്യ പകുതി 3-0 പിരിയുകയായിരുന്നു. പിന്നീട് 84-ാം മിനിറ്റിൽ USA തങ്ങളുടെ അവസാന ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 70-ാം മിനിറ്റിലാണ് ഓസ്ട്രിയ തങ്ങളുടെ ആശ്വാസ ഗോൾ നേടിയതെന്ന് പറയാൻ സാധിക്കും. 4-0 ഒരു വലിയ വിജയം ആതിഥേയരായ USA നേടി എന്ന കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. അടുത്ത സ്റ്റേജിലേക്കൊക്കെ അവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും റൗണ്ട് ഓഫ് 32ലേക്ക് USA ഉറപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. USA വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ പ്രസ്സിങ് ഗെയിമായിരുന്നു. പേസ് അവർക്ക് ഉണ്ടായിരുന്നു, നിലനിർത്താൻ സാധിച്ചു. ഒപ്പം യങ് പ്ലെയേഴ്സിൻ്റെ ഒരു അറ്റാക്കിംഗ് രീതി അതും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സ്കോട്ട്ലൻഡും മൊറോക്കോയും തമ്മിലൊരു പോരാട്ടം ഉണ്ടായിരുന്നു. അതിൽ മൊറോക്കോ വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച. അതായത് ഈ ടീമുകളൊക്കെ വിജയം സ്വന്തമാക്കുകയും സമനില പാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇനി മുമ്പോട്ടുള്ള മത്സരങ്ങൾ ചർച്ചയാവാൻ അല്ലെങ്കിൽ എല്ലാ ടീമുകൾക്കും
അത് അനിവാര്യമായി മാറുന്ന വിജയം അനിവാര്യമായി മാറുന്ന ഘട്ടത്തിലേക്ക് വരും. കാരണം മൊറോക്കോ ബ്രസീൽ മത്സരം സമനിലയായിരുന്നു. അടുത്ത വീണ്ടും വരുമ്പോൾ മൊറോക്കോയും ബ്രസീലും വിജയിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അങ്ങനെ എന്താണ് ഓരോ മത്സരം കഴിയുമ്പോഴും ഗ്രൂപ്പ് ഘട്ടം കൂടുതൽ കഠിനം അല്ലെങ്കിൽ കൂടുതൽ മനോഹരമാകുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്കോട്ട്ലൻഡും മൊറോക്കോയും തമ്മിലൊരു പോരാട്ടത്തിൽ മൊറോക്കോ 1-0 എതിരില്ലാത്തൊരു ഗോളിന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച. മത്സരത്തിൻ്റെ 18-ാം മിനിറ്റിലാണ് മൊറോക്കോയ്ക്ക് വേണ്ടിയിട്ട് ഇബ്രാഹിം ഡയസിൻ്റെ കാലിൽ നിന്നും ഒരു ഗോൾ പിറക്കുന്നത്. എന്താണ് ഹക്കീമി കൊണ്ടുവന്ന ഒരു ബിൽഡപ്പിന് ശേഷം അത് കൃത്യമായി ഫിനിഷ് ചെയ്യുന്ന ചുമതല മാത്രമേ ഇബ്രാഹിം ഡയസിന് ഉണ്ടായിരുന്നുള്ളൂ. അത് മുതലാക്കാൻ അവർക്ക് എന്തായാലും സാധിച്ചു. അങ്ങനെ 18-ാം മിനിറ്റിലാണ് മത്സരത്തിൽ ഏക ഗോൾ പിറന്നത്. സ്കോട്ട്ലൻഡിലേക്ക് വന്നൊരു ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് കുറവുണ്ടായിരുന്നു. അതവർക്ക് ഈ മത്സരത്തിൽ തിരിച്ചടിയായെന്ന കാര്യത്തിൽ സംശയമില്ല. മൊറോക്കോയുടെ ഡിഫൻസീവും ഒപ്പം ക്വിക്കായിട്ടുള്ളൊരു കൗണ്ടർ അറ്റാക്കും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാം. നേരത്തെ പറഞ്ഞ ഹക്കീമിയുടെ പ്രകടനം അത് മത്സരത്തിൽ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. തുർക്കി പരാഗ്വേ മത്സരത്തിലേക്കാണ് പോകേണ്ടത്. അത് എതിരില്ലാത്തൊരു ഗോളിന് പരാഗ്വേ വിജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മത്സരത്തിൻ്റെ 2-ാം മിനിറ്റിൽ നേടിയ ഗോളാണ്. എയർലി ഒരു സ്ട്രൈക്ക് തുർക്കിയെ പ്രഷറിലാക്കി എന്ന് പറയാൻ സാധിക്കും. ആദ്യം തന്നെ വീണ അല്ലെങ്കിൽ വന്ന ഒരവസരം അത് കൃത്യമായി പരാഗ്വേ മുതലാക്കുന്ന കാഴ്ച. അങ്ങനെ 1-0 ഒരു വിജയം അത് പരാഗ്വേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 10 പേരുമായാണ് കളിച്ചത്. പരാഗ്വേക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു. മിഗ്വൽ ആൽമിറോയുടെ ഒരു റെഡ് കാർഡ് ലഭ്യമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ 10 പേരുമായാണ് അവർ അവസാനം വരെ മത്സരം ഫിനിഷ് ചെയ്ത് 10 പേരാണ്. എന്നിട്ടും അവരൊരു വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഫൻസും ഒപ്പം കൗണ്ടർ അറ്റാക്കുകളും അവർക്ക് വലിയ രീതിയിൽ അത് ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഗോൾ ആദ്യം നേടിയൊരു ഗോളാണെങ്കിൽ പോലും അത് പിന്നീട് അങ്ങോട്ട് ഗോളുകൾ വീഴാതെ അവരുടെ ഡിഫൻസ്, അവരുടെ പ്രതിരോധ കോട്ട അത് കാത്തു എന്ന കാര്യത്തിൽ അവർക്ക് ആശ്വസിക്കാം. തുർക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പൊസഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പോലും ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതാണ് അവരുടെ ഈ ഒരു തോൽവിക്ക് കാരണമായതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ. അപ്പോൾ ഇനി നടക്കാനുള്ള മത്സരങ്ങളെ പറ്റിയാണ് ഇനി പറയേണ്ടത്. ജർമ്മനിയും ഐവറി കോസ്റ്റും ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. ജർമ്മൻ ആരാധകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവർ ഇറങ്ങുന്നത്. കാരണം കുറസാവോയെ 7-1 പരാജയപ്പെടുത്തിയതിൻ്റെ വലിയ ആത്മവിശ്വാസവുമായാണ് ജർമ്മനി ഇന്ന് ഇറങ്ങുന്നത്. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ 2-ാം മത്സരത്തിന് ജർമ്മനി ഇറങ്ങുന്നു. ആദ്യ മത്സരത്തിൽ ആ ഒരു 7-1 വലിയ വിജയം നൽകുന്ന ആത്മവിശ്വാസം, അതിൻ്റെ പ്രതീക്ഷകളൊക്കെ പേറിയാണ് അവർ എന്തായാലും ഇറങ്ങുന്നത്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രസ്സിങ് ഗെയിമാണ്. പിന്നീട് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അതിന് മുമ്പൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, മുസിയാല ബ്രിഡ്സ് ക്രിയേറ്റിവിറ്റി. ആ മധ്യനിരയിലെ അല്ലെങ്കിൽ മിഡ്ഫീൽഡിലെ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അത് വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും. അത് ആദ്യ മത്സരത്തിൽ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം ഗോൾ സ്കോറിംഗ് എബിലിറ്റി ടീമിനുണ്ട് എന്നുള്ളതും വലിയൊരു അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ 7-1 ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം അത് വലിയൊരു ഘടകം തന്നെയാണ്. ഐവറി കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫുട്ബോൾ, കൗണ്ടർ അറ്റാക്കൊക്കെ അവർക്ക് വലിയ രീതിയിൽ ആ രീതിയിലുള്ളൊരു ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. അവർ ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനെ 1-0 പരാജയപ്പെടുത്തിയാണ് അവരെത്തുന്നത്. ഒരു മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് ഐവറി കോസ്റ്റും എന്തായാലും എത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ജർമ്മനിയുടെ പൊസഷനും ഐവറി കോസ്റ്റിൻ്റെ ഒരു ഫിസിക്കൽ ഡിഫൻസും തമ്മിലൊരു പോരാട്ടമാകും ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 3-1 ജർമ്മനി ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഫുട്ബോൾ മത്സരമാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. പിന്നെ നടക്കുന്ന ഒരു പോരാട്ടം നെതർലൻഡ്സും സ്വീഡനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒരു കോമ്പറ്റീറ്റീവ് ഗെയിം ജപ്പാനെതിരെ കാഴ്ചവെച്ചതിന് ശേഷമാണ് നെതർലൻഡ്സ് എത്തുന്നത്. കോഡി ഗാക്പോ അടക്കമുള്ള താരങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ കരുത്തുമായാണ് അവർ എത്തുന്നത്. സ്വീഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-1 ടുണീഷ്യയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസവുമായാണ് സ്വീഡൻ എന്തായാലും ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞ നെതർലൻഡ്സും സ്വീഡനും തമ്മിലൊരു പോരാട്ടമാണ്. നെതർലൻഡ്സ് വളരെ ശക്തമായൊരു ടീമാണ് എന്ന് പറയാം. സ്വീഡനും ആദ്യ മത്സരത്തിൽ വലിയൊരു വിജയം 5-1 ഒരു വലിയ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസമായൊക്കെയാണ് എത്തുമ്പോൾ അത് അവർക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യും. വളരെ മികച്ചൊരു പോരാട്ടം ആകും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ജപ്പാനും ടുണീഷ്യയും തമ്മിലൊരു പോരാട്ടം നടക്കാനിരിക്കുന്നു. ഒരു വളരെ മികച്ചൊരു പോരാട്ടമായിരിക്കും. കാരണം ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ ആദ്യ മത്സരത്തിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ജപ്പാൻ അടുത്ത 2-ാം മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ അതും വളരെ മികച്ചൊരു മത്സരം ആകാൻ സാധ്യതയുണ്ട്. ജപ്പാനെ സംബന്ധിച്ച് ഒരു ഏഷ്യൻ ടീമാണ്. പല മത്സരങ്ങളിലും കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ഗംഭീര പ്രകടനം നടത്തിയ ടീമാണ്. ഈ ലോകകപ്പിൽ അവരുടെ പ്രകടനത്തിന് ഒട്ടും മോശമല്ലാത്ത പ്രകടനം അവർ ഈ ലോകകപ്പിലും കാഴ്ചവെക്കുന്നുണ്ട്. ടുണീഷ്യയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ജപ്പാന് ഒരു ചെറിയ ആധിപത്യം ഉണ്ടെങ്കിൽ പോലും
ട്യൂണീഷ്യ അത് എന്താണ് ഒരു ജപ്പാനെ പിടിച്ച് കെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പീഡ് അല്ലെങ്കിൽ എന്താണ് പാസിങ്ങിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ അതൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ലോകകപ്പ് വേദിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഒരു തിരിച്ചുവരവിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ബ്രസീൽ ഒരു വലിയ വിജയം നേടി. USA ശക്തി തെളിയിച്ചു എന്ന് പറയാൻ സാധിക്കും. പരഗ്വേ ഭാഗത്തുനിന്നൊരു മത്സരം ഉണ്ടായിരുന്നു. ഇന്ന് ജർമ്മനിയും നെതർലൻഡ്സും പരീക്ഷണങ്ങൾക്കായി ഇറങ്ങുകയാണ്. ജർമ്മനിയെ സംബന്ധിച്ച് ഒരു ചെറിയ ആധിപത്യമുണ്ട്. നെതർലൻഡ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. ഇതൊക്കെയാണ് ലോകകപ്പ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ലോകകപ്പ് അപ്ഡേറ്റിൻ്റെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.